പ്രിയ സഹോദരനെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സംഭവിക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലത്തെ ഒരു മിനിഞ്ഞാന്ന് ദിവസം ഒരു ക്ലാസ് ഇട്ടിരുന്നു. അതേ ക്ലാസ് ഇട്ടതിനകത്തെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് രണ്ട് വിഷയമാണ്. കത്തോലിക്ക സഭയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അടിമത്തം, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം സന്തോഷം നമുക്ക് ലഭിക്കുന്നുമില്ല, എന്നാൽ നാം അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിനകത്തെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് കാള എന്ന വയൽ. യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 2:13 അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു: ദേവാലയത്തിലേക്ക് കയറി വന്ന കർത്താവ് കാള, ആട്, പ്രാവ്, നാണയം എന്നീ 4 വസ്തുക്കൾ ദേവാലയത്തിൽ നിന്ന് അട്ടിച്ച് പുറത്താക്കിയെന്ന് കർത്താവ് മത്തായിയുടെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 2:13 എഴുതി വെച്ചു. അതിലെന്തായിരുന്നു കാള? ഈ കാളയുടെ പ്രതീകാർത്ഥമൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം. എന്നാലും അതിപ്പോൾ പറയാൻ എന്താണ് കാരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ് വരുന്നത്. അതിപ്പോൾ ഒരു 20 വർഷം മുമ്പോ 30 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഈ ക്ലാസ് അത്ര പ്രയോജനകരമല്ല. കാരണം വയൽ പിന്നെ നീണ്ടു കിടക്കുകയാണ്. യുഗാന്ത്യത്തിലാണ് നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ ഈ കാള എന്ന് പറയുന്നത് സമ്പത്ത് വരാനുള്ള മേഖലകളെ അതിന്നലെ ഞാൻ സംസാരിച്ചു. എന്തൊക്കെയാണ് വയൽ? നമ്മൾ പഴയ കാലത്ത് ഈ ട്രാക്ടർ വെച്ച് ഉഴുത്, അല്ലെങ്കിൽ കാള വെച്ച് ഉഴുത് കുറച്ച് ഗോതമ്പും അരിയോ അല്ലെങ്കിൽ നെല്ലും ഒക്കെ വിതയ്ക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന സമ്പത്തിന് അതായിരുന്നു വയലെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ ആധുനിക ലോകം വന്നപ്പോൾ കരിങ്കൽ കോറകൾ, മണ്ണ്, ഒരു കുറേ പ്രദേശം മണ്ണ് കുഴിച്ചെടുത്തുകൊണ്ട് റോട്ടിലിടാൻ വേണ്ടി മണ്ണ് കൊണ്ടുപോകും. അതൊരു വയലാണ്, ആ പ്രദേശം വയലാണ്. വലിയ കരിങ്കൽ പാറകൾ അതുണ്ടെങ്കിൽ അത് വയലാണ്. കാരണം വെച്ചാൽ അത് ചിപ്സാക്കി അതല്ലെങ്കിൽ അത് മെറ്റലാക്കിയിട്ട് കടത്തി കൊണ്ടുപോകും. അങ്ങനെ ഓരോ വസ്തു, ഇപ്പോൾ ഒരു വാഹനം, ഇരുമ്പ് എന്ന വസ്തു ഒരു വയലാണ്. അതിൻ്റെ ഖനനം ചെയ്ത് കുഴിച്ചെടുത്ത് ഇരുമ്പ് ഇഷ്ടമുണ്ടാകുമ്പോൾ അതൊരു വയൽ. അങ്ങനെ എല്ലാം സമ്പത്ത് തരുന്ന മേഖലകളെ, ധനം തരുന്ന മേഖലകളെയാണ് കാള എന്ന പ്രതീകം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ ജെറുസലേം ദേവാലയത്തിൽ ആ കാളയ്ക്ക് പകരം യഥാർത്ഥ കാളയെ തന്നെ, ആ മൃഗമായിട്ട് തന്നെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതിനെ അതായിട്ട് തന്നെ ബലിയർപ്പിക്കുകയോ അല്ലെങ്കിൽ വിറ്റിട്ട് പണമുണ്ടാക്കി ആ പണം കൊടുക്കുകയോ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ഈ ക്രയവിക്രയത്തെ, ഈ മലിന വസ്തുക്കൾ, ഈ കാളകളെ കൊണ്ടുവന്ന് കിട്ടുമ്പോൾ 1-2 കാളകളല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കാളകളെയാണ് ഓരോ ആൾക്കാരെയും കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാം ചാണകവും മറ്റെല്ലാം ആയിട്ട് മൂത്രമൊക്കെ ആയിട്ട് വല്ല മലിനമാണ്. ഇതൊക്കെ ദേവാലയ പരിസരത്താണ്. ഈ സംഭവം എല്ലാം കണ്ട് കർത്താവ് പറഞ്ഞു, ഇതൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല, എടുത്ത് നീക്കം ചെയ്യുക. എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, സകല ജനതകളുടെ പ്രാർത്ഥനാലയം വിളിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറയുമ്പോൾ ഈ സംഭവത്തെ നീക്കം ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണേണ്ടായി. രണ്ടാമത് നമ്മൾ കാണുന്നത് ആട് എന്ന സംഭവത്തെയാണ്. എന്താണ് ആട് എന്നതിനെപ്പറ്റി നമ്മൾ പഠിക്കണമെങ്കിൽ നാം പഠിക്കേണ്ട വചനവും വായിക്കേണ്ട വചനം സക്രിയപ്രവാചകന്റെ പുസ്തകം 13-7 വരണം. അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരുന്നു: കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ഇടയനെതിരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ, ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ദേശവാസികൾ 2 ഭാഗം നശിപ്പിക്കപ്പെടും, 1 ഭാഗം ശേഷിക്കും. ഈ 1 ഭാഗത്തെ വെള്ളി എന്നതുപോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണം എന്നതുപോലെ മാറ്റു പരിശോധിക്കും. അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ആടെന്ന് പറയുന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ മാർപ്പാപ്പ ഇടയനാണ്. അതിൻ്റെ കീഴിൽ വരുന്ന ആടുകളുടെ സ്ഥാനം ഇടയനും ഇടയനും. അതിൻ്റെ ആ സംവിധാനത്തെ മൊത്തത്തിൽ പറയുമ്പോൾ സഭയെന്ന് പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ആടുകൾ ആയിരുന്ന എത്ര ആടുകളും എത്ര തൊഴുത്തും എത്ര ഇടയന്മാരും നമുക്കുണ്ട്. ഏതെല്ലാം വിഭാഗങ്ങളുണ്ട്: മലങ്കര സഭ, ഓർത്തഡോക്സ് സഭ, RC സഭ, ലത്തീൻ സഭ, അർമേനിയൻ സഭ, ഉക്രൈനിയൻ സഭ, റഷ്യൻ സഭ എന്ന് പറഞ്ഞ് ഓരോ രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും 100 കണക്കിന് 1000 കണക്കിന് ഇടയന്മാരും ആടുകളും വന്നു. ഇതെല്ലാം യേശുവിനെയാണ് പ്രഘോഷിക്കുന്നതെങ്കിൽ, യേശുവിൻ്റെ കീഴിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവരെല്ലാം കൂടെ ഒന്നായിപ്പോയി ഒരൊറ്റ സഭയായി പോരെ, ഒരൊറ്റ സഭയുടെ രൂപം പോരെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ എന്താണ്? ഞാൻ എന്നോട് ചേർന്ന് നിൽക്കുന്നതിനെതിരെ വാളെ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. എന്തർത്ഥം? പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട അന്നത്തെ അർത്ഥമല്ല ഇന്നത്തെ അർത്ഥം. ഇന്ന് കത്തോലിക്ക സഭയാകുന്ന സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവനെ
തീവ്രവാദികളോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ആശയമുള്ളവരോ ശക്തമായൊരു സൈനിക വ്യൂഹം വന്ന് റോമിനെ ആക്രമിച്ചാൽ, കീഴ്പ്പെടുത്തിയാൽ അത് എന്ത് സംഭവിക്കും? ആടുകൾ ചിതറും, അത് ഉടനെ സംഭവിക്കും എന്ന വിശുദ്ധ ഗ്രന്ഥപ്രകാരം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെ കാള എന്താണ്? കാള അത് അടുത്ത് ഓരോ പറഞ്ഞിട്ട് ഇതിനെന്താണ് എപ്പോൾ സംഭവിക്കും എന്നതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയാം. അടുത്തതാണ്, അപ്പോൾ നമ്മൾ ആടുകൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആടുകളുടെ സ്ഥാനത്താണ് നമ്മളുള്ളത്. ആടുകളുണ്ടെങ്കിൽ ഇടയനുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആടുകളെ ഇടയനെ ഞാൻ വാളൂരി വെട്ടും എന്ന് പറഞ്ഞാൽ ഇത് സഭയുടെ നാശം ഉടൻ തന്നെ. സഭ ഇല്ലാതാകുന്ന അവസ്ഥ വലിയ താമസമില്ലാതെ തന്നെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണാൻ പോകുന്ന അവസ്ഥ. സഭയ്ക്ക് മങ്ങളേറ്റാൽ, സഭയ്ക്ക് ക്ഷതം സംഭവിച്ചാൽ, സഭ ഇല്ലാതെ വന്നാൽ കാര്യമൊക്കെ എന്തൊക്കെ ശരിയാണെന്ന് പറഞ്ഞാലും ഈ സംവിധാനം ഇല്ലാതെ വരുമ്പോൾ വലിയ അസ്വസ്ഥതകൾ ഭവനങ്ങളിലേക്ക് വരും. സഭയിൽ വലിയ പ്രശ്നങ്ങൾ വരും. അതിൻ്റെ സംവിധാനങ്ങളിലേക്ക്, ചട്ടക്കൂടുകൾക്ക് ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ താമസിക്കാം. ചിതറുന്ന ആടുകളെ പിടിക്കാൻ വേറെ ആളുകൾ, അതിൻ്റെ മറ്റു സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും. ആ ചിതറുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് പോവുക, അവരെ കൊല്ലണമെങ്കിൽ കൊല്ലുക, തല്ലണമെങ്കിൽ തല്ലുക എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കും എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ പ്രതികാത്മാർത്ഥങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ യേശു ഇവയെല്ലാം പുറത്താക്കിയെങ്കിൽ സഭയിൽ നമ്മുടെ നേതൃത്വം ഇതെല്ലാം എടുത്ത് അകത്ത് വെച്ചു. അടുത്തത്, അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം കൊണ്ടുണ്ട്, ചിതറുന്ന ആടുകളെ ഒരുമിച്ച് ചേർക്കുവാൻ, തകർന്നു പോയവയെ പുനഃസ്ഥാപിക്കുവാൻ യേശുക്രിസ്തു വന്നു എങ്കിലും, യേശുക്രിസ്തു പുനഃസ്ഥാപിച്ചു എങ്കിലും വീണ്ടും തകരുമ്പോൾ ഇനി ഈ നേതൃത്വത്തെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുവാൻ ഒരു സ്നേഹമില്ല. ഇനി ഏത് വചനം പറഞ്ഞിട്ടാണ് സഭയും ജനത്തെയും ഒരുമിച്ച് ചേർക്കാനുള്ളത്? എല്ലാ വചനവും മനുഷ്യൻ കേട്ട് കഴിഞ്ഞു, എല്ലാ വചനവും പ്രഘോഷിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി പുതിയ വചനം കൊടുത്ത് ഒരുമിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ആര് ഒരുമിച്ച് ചേർക്കും? ആര് ഇനി സഭയെ രക്ഷിക്കും? ആര് എന്നെ, എൻ്റെ കുടുംബത്തെ അല്ല എൻ്റെ ഇടവയെ രക്ഷിക്കും? ആര് നിത്യതയിലേക്ക് നമ്മളെ മാറ്റിവെക്കും? ആര് സംരക്ഷണം, ദുഷ്ടകരങ്ങളിൽ നിന്ന് ആര് നമ്മൾ സംരക്ഷണം നൽകും? ഇതൊക്കെ ചോദ്യചിഹ്നമായിട്ട് വരാൻ പോവുകയാണ്. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് മൂന്നാമത്തെ കാര്യം പ്രാവിനെ സംബന്ധിച്ച് നമുക്കറിയാം. കത്തോലിക്ക സഭയിൽ പ്രാവ് എന്ന പക്ഷിയുടെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ നമ്മൾ സിംബൽ രൂപം, അടയാള രൂപം നമ്മൾ സംസാരിക്കുന്നത്. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു യോർദാൻ നദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് സ്നാപയോഹന്നാൻ നദിയിൽ നിന്ന് ജലം കോരി യേശുവിൻ്റെ ശിരസിൽ ഒഴിച്ച് ജ്ഞാനസ്നാനപ്പെടുത്തിയപ്പോൾ സ്വർഗം തുറക്കുന്നതും ആകാശത്ത് പരിശുദ്ധാത്മ പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ എഴുന്നള്ളി വരുന്നു ഞങ്ങൾ കണ്ടു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ പ്രാവ് പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മാവിൻ്റെ, അതിൻ്റെ ഇന്നത്തെ അർത്ഥം നമ്മുടെ കുമ്പസാരങ്ങൾ, കുർബാനകൾ, ധ്യാനങ്ങൾ, ആരാധനകൾ, പാട്ടുകൾ, തിരുപ്പട്ടം, കൂദാശകളെല്ലാം ഈ പ്രാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി, പക്ഷേ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, വിശുദ്ധിയുടെ ശക്തി നമ്മളിൽ നിറയുന്നത് ഈ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ നമ്മളിലേക്ക് വരുമ്പോഴായിരുന്നു. എന്നാൽ കർത്താവ് പറയാണ്, പ്രാവിൻ്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് ഒന്ന് നിന്നു, അല്പസമയം നിന്നിട്ട് പറഞ്ഞു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ, എന്തെന്നാൽ എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഈ പ്രാവിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ലോകം മുഴുവൻ എന്തു സംഭവിച്ചു? ഒരു പ്രാവിൻ്റെ തന്നെ അതിൻ്റെ മുട്ട അടവെച്ച് പല പ്രാവുകളാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്തു? അത് വിവിധ നോവേനകൾ, ഓരോ രാഷ്ട്രത്തും ഓരോ നോവേനകൾ, ഓരോ രാഷ്ട്രത്തും ഓരോ ആരാധനക്രമങ്ങൾ, ഓരോ രാഷ്ട്രത്തും ഓരോ കൂദാശകൾ, ഓരോ വചന പോർഷന് ഇഷ്ടമുള്ള രീതി പറയുന്നു, ഇഷ്ടമുള്ള രീതി വചനത്തെ വ്യാഖ്യാനിക്കുന്നു, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു, ഇഷ്ടമുള്ള തൊപ്പി വെക്കുന്നു, അംശപടി പിടിക്കുന്നു. ഇങ്ങനെ വിവിധ രീതിയിൽ ഈ പ്രാവിനെ എടുത്തുകൊണ്ട് ഉപയോഗിച്ചപ്പോൾ ഇന്ന് ഈ പ്രാവ് എന്തു ചെയ്തു? ഈ പ്രാവുകളെല്ലാം കൂടി സഭയിൽ നിന്നും ജനങ്ങളിൽ നിന്നും പറന്നകന്നു. എബ്രാഹിമിൻ്റെ മുഖത്തും പക്ഷിയെപ്പോലെ പറന്നകലും എന്ന് ഓസി അപ്രാവിൻ്റെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തു സംഭവിച്ചു? പ്രാവിനെ പിടിച്ചുകൊണ്ട് പോയി ഓരോരുത്തരും ഓരോ പ്രാവിനെ കൊണ്ട് സ്വന്തം ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രാവിനെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആരാധന വിറ്റ് പണം ഉണ്ടാക്കാൻ തുടങ്ങി. നൊവേനയുടെ പണം, അതങ്ങനെ പണം, ഓരോ രീതിയിൽ പണം, പന്തകുസ്താനുഭവത്തിൻ്റെ അതിങ്ങനെ പണം, പിന്നെ തിരുനാൾ പണം, ഇനി വേളാങ്കണ്ണി യാത്രാപ്പണം, ഇങ്ങനെ ഓരോ രീതിയിൽ ഈ പ്രാവിനെ വിറ്റ് പണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയും എന്ത് സംഭവിച്ചു? പ്രാവ് കാള പോലെയായി മാറി, അല്ലെങ്കിൽ ആട് കാള പോലെയായി മാറി. ഇടയനും ഒരു തൊഴുത്തുമാകേണ്ടിടത്ത് എന്ത് സംഭവിച്ചു? ഇത് പോയി. ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കാനുള്ളത് നാണയമാണ്. നാണയം എന്ന് പറയുമ്പോൾ നാണയത്തിൻ്റെ വിലയും നിലയും അനുസരിച്ചാണ് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് മറ്റുള്ളവർ അംഗീകരിക്കുന്നത്. മോൻ എവിടെയാണെന്ന് ചോദിച്ചാൽ യു എസ് എയിലാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ അമേരിക്കൻ
ഡോളറിലാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത് പറഞ്ഞാൽ വലിയ ഡിമാൻഡാണ്. എന്തൊരു ഗ്രേഡാണെന്നറിയോ, സമൂഹത്തിലും സഭയിലും ഇടവകയിലൊക്കെ എന്നാ ഡിമാൻഡാണ് അവർക്ക്. അവിടെ നിന്ന് കാനഡയിലാണെന്ന് പറഞ്ഞാലും ഡിമാൻഡ് കുഴപ്പമൊന്നുമില്ല, UK പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഫ്രാൻസിലും പിന്നെ ജർമ്മനിലാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഓസ്ട്രേലിയയിലാണെങ്കിലും കുഴപ്പമില്ല. ദുബായ് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ പോരെ കേട്ടോ, കാരണം അവിടുത്തെ ഷെക്കലോ അല്ലെങ്കിൽ അവിടുത്തെ ഇസ്രായേലാന്ന് പറഞ്ഞാലും വലിയ വിലയാണ്. അപ്പോൾ പണത്തിൻ്റെയും ധനത്തിൻ്റെയും അതിൻ്റെ നാണയത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ചാണ് മനുഷ്യൻ്റെ ശരീരത്തിനും ആത്മാവിനും വിലയിടുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? നാണയമില്ലാത്തവർ, വിദേശ നാണയമില്ലാത്തവർ, വിദേശ ജോലി ഇല്ലാത്തവർ -0 ആയിട്ട് മാറി. അങ്ങനെ വന്നപ്പോൾ വിദേശ ജോലിയുള്ളവരെ അല്ലാതെ മറ്റൊരു കല്യാണം പോലും നടക്കാത്ത അവസ്ഥ വന്നു. പ്രാവിൻ്റെ ആ പ്രാർത്ഥനകൾ അനുസരിച്ചുള്ള പ്രാവിനെ കൈമാറ്റം ചെയ്യുന്ന അവസ്ഥ വന്നു. ഇപ്പോൾ നമുക്ക് കൃപാസനത്തിൽ ചെന്നാൽ കിട്ടുന്ന പ്രാവ് അവിടുത്തെ ഒരു പ്രാവ്, പിന്നെ അണക്കര ചെല്ലുമ്പോൾ മറ്റൊരു പ്രാവ്, വട്ടാലി ചെല്ലുമ്പോൾ വേറൊരു പ്രാവ്, ഇവിടെ വരുമ്പോൾ ഈ ഒരു പ്രാവ്, അങ്ങനെ ഓരോ പ്രാവിനും ഓരോ വിലയിട്ടപ്പോൾ പ്രാവിൻ്റെ ഗുണം നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് വന്നു. അതുപോലെ നാണയത്തിൻ്റെ വിലയനുസരിച്ച് മനുഷ്യനെ കാണാൻ തുടങ്ങിയപ്പോൾ സഭയുടെ വിലയും ഇടയന്മാരുടെ വിലയും ഇടയന്മാരുടെ ആടുകളുടെ വിലയും തകർന്നു പോകും. നമ്മൾ കാണും കർത്താവ് ഈ 4 സംവിധാനത്തെ കർത്താവ് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതുപോലെ ഇതാ വരുന്നു. ഈ ലോകത്തു നിന്ന് തന്നെ പൂർണ്ണമായും ഈ 4 ഘടകത്തെയും സർവശക്തനായ ദൈവം വിഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് ഈ വിഗ്രഹത്തെ എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിന്ന് പിഴുതു മാറ്റി എറിഞ്ഞു കളഞ്ഞ് നശിപ്പിച്ച് കത്തിച്ച് കളയാൻ പോകുന്ന സമയത്തിലേക്ക്, യുഗാന്ത്യത്തിലേക്ക് ലോകം എത്തപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇത്രമായിട്ട് പറഞ്ഞത്. ഈ 4 ഒന്ന് ധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നു. 2 നമ്മുടെ സഭ ഇല്ലാതെയാകാൻ പോകുന്നു. 3 പ്രാവ് എന്ന് പറയുന്ന പ്രാർത്ഥനകൾ ഇല്ലാതെയാകാൻ പോകുന്നു. മറ്റൊന്ന് നാണയം ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ വിദേശ ജോലികളും അതുപോലെ പൈസയുടെ ട്രാൻസാക്ഷൻ സംവിധാനങ്ങളും ഇല്ലാതാകുന്നു. അത് നമ്മളിൽ നിന്ന്, നമ്മുടെ ഇടവകയിൽ നിന്ന്, നമ്മുടെ രൂപതയിൽ നിന്ന്, സഭയിൽ നിന്ന്, ആഗോള തലത്തിൽ നിന്നും ഈ 4 ഘടകവും ഇല്ലാതെ വരുമ്പോൾ പിന്നീടുള്ള ഒരു മനുഷ്യ ജീവിതമുണ്ട്. ആ ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതമെന്ന് നാം തിരിച്ചറിഞ്ഞ് പഠിച്ച് പാഠങ്ങൾ ഇരുന്ന് പഠിക്കും, നിന്ന് പഠിക്കും, കിടന്ന് പഠിക്കും പാഠങ്ങൾ. അതെവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അതിൽ ഒന്നുകൂടെ വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സഖറിയാപ്രവചന പുസ്തകം 13-ാം അധ്യായം 7-ാം ദിനം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ഇടയനെതിരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ ഉയരുക, യുദ്ധമേ ഉയരുക, തീവ്രവാദമേ ഉയരുക, നാശമേ ഉയരുക, രക്തച്ചൊരിച്ചിലേ ഉയരുക, കൊലപാതകമേ ഉയരുക, വാളെ ഉയരുക, ഇടയനെ വെട്ടുക. പിന്നെന്താ പറയുക? ആടുകൾ ചിതറട്ടെ, ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. ഇതെല്ലാം പണത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും അതിൻ്റെ മൂല്യത്തെയും വില നിറച്ചുകൊണ്ട് ക്രിസ്തീയ വിശുദ്ധിക്കും ജ്ഞാനത്തിനും സുവിശേഷത്തിനും അതിൻ്റെ പ്രാർത്ഥനകൾക്കും ആരാധനയ്ക്കും അർഹമായ വിലയും നിലയും വിശുദ്ധിയും പവിത്രതയും കൊടുക്കാതെ ഇതിൻ്റെയൊക്കെ ഒരു തോന്നിവാസ രീതിയിൽ സഭ തന്നെ ചെയ്തപ്പോൾ, മേലാളത്തം കളിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ മെത്രാനാണ്, ഞാൻ കർദിനാളാണ്, ഞാൻ അതാണ് ഇതാണ്, അതിൻ്റെ കീഴിൽ നിൽക്കുന്നു, അനുസരിച്ചോണം എന്ന് പറഞ്ഞുകൊണ്ട് അടിമത്തത്തിലേക്ക് അവരെ മാറ്റിവിടാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറയാണ്, നീ ജെറുസലേം ദേവാലയത്തിൽ നിന്നും ഈ 4 വിഗ്രഹങ്ങളെ ഞാനെടുത്ത് വലിച്ചു ദൂരോട്ട് എറിഞ്ഞെങ്കിൽ, അത് നിങ്ങളെടുത്ത സഭയ്ക്കുള്ളിൽ ചേർത്ത് വെച്ചെങ്കിൽ ഈ 4നെ ഞാൻ ഭൂമിയിൽ നിഷ്കാസനം ചെയ്യും, അതിനെ കത്തിച്ചു കളയും. കർത്താവ് പറയണം. അതുകൊണ്ട് പറഞ്ഞ വാളെ ഉയരുക, വെട്ടും കർത്താവ്. ആ വെട്ട് വരാൻ പോകുന്നു. ദുർബലത്തെ കരമുയർത്തും. ദേശവാസികൾ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശവാസികൾ 3/2 ഭാഗം നശിപ്പിക്കപ്പെടും. അത് ഇത് ഇസ്രായേലത്തെ ഉദ്ദേശമാണ് അന്ന് പറഞ്ഞെങ്കിൽ, ഇത് ആ വിഗ്രഹം എവിടെയൊക്കെ വന്ന് കയറിയോ ആ സ്ഥലങ്ങൾ മുഴുവനും കർത്താവ് പറയണം, ആ ദേശത്തുള്ളവരെ 3/2 ഭാഗത്തെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 2 പേരെ, പല വീടുകളിൽ 4 പേരും 3 പേരും ഒക്കെ ഉള്ളൂ. ചില വീടുകളിൽ മാതാപിതാക്കന്മാർ മാത്രം 2 പേരും. അപ്പോൾ 2 പേരും 3/2 ഭാഗം എന്ന് പറയുമ്പോൾ 2 പേരും മരിക്കും, വീട് കാലിയായി പോകുന്നതിനർത്ഥം. 3 പേരുള്ള 2 പേര് മാതാപിതാക്കൾ. പല വീടുകളിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാതാപിതാക്കന്മാർ 70, 75, 80, 82 വയസ്സുള്ള മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. മക്കളെല്ലാം മക്കളുടെ മക്കളെല്ലാം വിദേശത്ത് ചേക്കേറി, ജർമ്മൻ ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചേക്കേറി, കാനഡ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി, നേഴ്സിംഗ് IELTS പറഞ്ഞ് അങ്ങോട്ട് കയറി, എല്ലാം ഓരോ സ്ഥലത്തേക്ക് ചേക്കേറി അവരവരുടെ സൗകര്യവും സന്തോഷവും നോക്കി സുഖമായിട്ട് ജീവിക്കുമ്പോൾ മാതാപിതാക്കന്മാർ മാത്രം 2 പേരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ 3/2 പേരെ എന്ന രീതിയിൽ
കർത്താവ് നശിപ്പിച്ച ആ വീട് ശൂന്യമായി പോകുന്നർത്ഥം. അപ്പോൾ അതോ മാതാപിതാക്കന്മാർ മാത്രമാണോ? മക്കളായിരിക്കുന്ന സ്ഥലത്തോ അവിടെ പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാകുന്നു, ഭക്ഷണമില്ലാതെയാവുന്നു, സ്കൂൾ കോളേജ് തുറക്കാതെ വരുന്നു, ഹോസ്പിറ്റൽ തുറക്കാതെ വരുന്നു, ഓഫീസുകൾ ഇല്ലാതെയാകുന്നു. അവിടെ ഇരിക്കുന്നിടത്തിരുന്ന് ഈ കരയുകയും വേദനിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന അവസ്ഥ. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? 2/3 ഭാഗം ശേഷിക്കും, 1/3 ഭാഗം ശേഷിക്കും. ഈ 1/3 ഭാഗത്തെ വെള്ളി എന്നതുപോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും. വെള്ളി അഗ്നിയിൽ ഉരുകി ഇറങ്ങി അതിൻ്റെ കിട്ടവും കീടവും കളഞ്ഞ് അത് യഥാർത്ഥ വെള്ളി മാത്രമായിട്ട് തിളങ്ങി വരുന്നത് വരെ ഞാൻ അഗ്നിയിൽ അവനെ പരിശോധിക്കും. സ്വർണം എന്നതുപോലെ മാറ്റി പരിശോധിക്കും. അതായത് സ്വർണവും വെള്ളിയും അഗ്നിയിൽ ഉരുകി വന്ന് അതൊരു വസ്തുവായിട്ട് രൂപാന്തരപ്പെടും. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സത്യം പുറത്ത്, യഥാർത്ഥ വസ്തുവായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതിൻ്റെ പരിപൂർണാവസ്ഥ പ്രാപിക്കണമെങ്കിൽ അതിനെ അഗ്നിശുദ്ധി വരുത്തണം, അഗ്നിയിലൂടെ കടന്നു പോകണം. എന്നതുപോലെ നിങ്ങളെ, നിങ്ങളുടെ സഭയെ, ഇടവകയെ, നിങ്ങളുടെ ഓരോ സഭാ സംവിധാനങ്ങളെ കർത്താവ് അഗ്നിശുദ്ധി വരുത്താൻ സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഇതിൻ്റെ കാലം. അതുകൊണ്ടാണ് സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷാപൂർവ്വം കാത്തിരി. അത് വ്യർത്ഥതയ്ക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു. എന്താണ് വ്യർത്ഥത? പൊയ്മുഖമാണിത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഈ അവസ്ഥയിൽ ഒന്നുകൂടി പറയാണ്. പൊയ്മുഖമാണ് ഈ പൊയ്മുഖത്തെ ഞാൻ അടിച്ച് താഴെയിടുന്നു, അതിനെ കത്തിക്കുമെന്നും അതിനെ അഗ്നിശുദ്ധി വരുത്തുമെന്നും അഗ്നിയിൽ എന്നവണ്ണം നിന്നെ നടത്തുമെന്നും കർത്താവ് പറയുമ്പോൾ ഇതെപ്പോഴാണ്? ഇതൊരു 200 വർഷം മുമ്പാണ് ആരെങ്കിലും ഒരാൾ അന്നത്തെ ജനത്തോട് ഈ സുവിശേഷം പറയുന്നതെങ്കിൽ, ഈ കാര്യം പറയുന്നതെങ്കിൽ അത് പ്രയോജനരഹിതമാണ്. ഒരു 200 വർഷം, 1800 കാലഘട്ടങ്ങൾ, 1850 കാലഘട്ടങ്ങളിൽ 150 വർഷം മുമ്പ് പുറകോട്ട് നിന്നിട്ടൊരു വൈദികനോ ഒരു വചനപോഷണോ അന്നത്തെ കാലത്ത് ഈ വചനം ഒരാളെ പറഞ്ഞു കേൾപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം അതൊന്നും വളരെ സമയം. അപ്പം അവരിൽ ഒരാൾ തന്നെ പറയണം, ഇനിയും 150 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കാൻ, ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ വയൽ വളർന്നു, ആട് വളർന്നു, പ്രാവ് വളർന്നു, നാണയം വളർന്നു, അതെല്ലാം പലം ചൂടി ഇഷ്ടം പോലെ പണമായി, വീടായി, കാറായി, ലാപ്ടോപ്പായി, മൊബൈൽ ഫോണായി, എല്ലാ സംവിധാനവും ആയപ്പോൾ അത് എപ്പോഴാണായത്? നമ്മൾ 2000 ആണ്ട് മുതൽ 25 വർഷക്കാലം പണത്തിൻ്റെയും ധനത്തിൻ്റെയും ഇഷ്ടം പോലുള്ള ഉപയോഗവും തോന്നുന്നവരുടെ ജീവിതവും തോന്നുന്നവരുടെ സഭാ നേതൃത്വവും ഒക്കെ വന്നപ്പോൾ സഭയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നാശം മുന്നിൽ വന്നിരിക്കുന്ന വചനത്തെക്കുറിച്ചാണ് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് യുഗങ്ങളുടെ അന്തിമഘട്ടമാണല്ലോ. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ഇത് തിന്മയുടെ യുഗമാണ്. കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവ് കൊരിന്ത്യർക്കെതിരെ പറയാണ്. അതുകൊണ്ട് സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തൽ ആകാംക്ഷ കാത്തിരിക്കുമ്പോൾ അത് വ്യർത്ഥത, പൊയ്മുഖത്തിനടിമാണ്. ആ പൊയ്മുഖം വെളിവാകാൻ പോവുകയാണ്. ഈ ജോലി നഷ്ടപ്പെടുമ്പോൾ, ഈ നാണയമില്ലാതെ വരുമ്പോൾ, ഈ പ്രാർത്ഥന സംവിധാനം ഇല്ലാതെ വരുമ്പോൾ, ഈ കാളകളില്ലാതെ വരുമ്പോൾ, ഈ വയലുകളില്ലാതെ വരുമ്പോൾ എന്തു സംഭവിക്കും? ഇതെല്ലാം 2027 മുതൽ 33 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇതെല്ലാം നിത്യശൂന്യതയിലേക്ക് പോകുമെന്നും അവിടെ എൻ്റെ സമ്പത്തെന്ന് ചൊല്ലാൻ, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു, ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സമയത്തിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ. ഈ അന്ധമായ സമ്പത്തിൻ്റെ പുറകെയുള്ള ഓട്ടം, ഈ അന്ധമായ ആട് സംവിധാനങ്ങൾ, സഭാ നേതൃത്വം എന്ന് പറയുന്ന വലിയ സംവിധാനമെന്നും പറഞ്ഞ് കൊട്ടിഘോഷിച്ചിങ്ങനെ പിരമിഡ് പോലെ നിൽക്കുകയല്ലേ ഇതിങ്ങനെ. മാർപ്പാപ്പ മുതലിങ്ങനെ ഓരോ സംവിധാനം താഴെ കടകളിലെ ജനങ്ങൾ വെറും സീറോയും ഒന്നിനും കൊള്ളാത്തവർ. ഇതിൻ്റെ നേതൃത്വം നിരയിക്കുന്നവരെല്ലാം വലിയ സ്വർണം പോലെ പൊങ്ങി നിൽക്കുകയല്ലേ. അപ്പോൾ കർത്താവിന് ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും, ഇടയനെ വാളെ ഉയരുക, ഇടയനെ വെട്ടുക എന്ന് പറഞ്ഞാൽ കർത്താവ് ഉടൻ തന്നെ 2 വർഷത്തിനുള്ളിൽ 2028 കാലഘട്ടം പൂർത്തിയാകുമ്പോൾ ഈ വെട്ടേറ്റുവാങ്ങിയ ഈ സഭാ നേതൃത്വം ആടുകൾ ചിതറുന്നത് നമ്മളെ അടക്കം ബാധിക്കും. അവിടെ ബാധിക്കുമ്പോൾ ഞാൻ തകർന്നു പോകാതെ, എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ, എൻ്റെ ആത്മീയ ശക്തി നഷ്ടപ്പെട്ടു പോകാതെ, ചോർന്നു പോകാതെ, എൻ്റെ വിശ്വാസവും വിശുദ്ധിയും 1 ഇഞ്ച് പോലും നഷ്ടപ്പെട്ടു പോകാതെ അത് 10 മടങ്ങി വർദ്ധിച്ചായി യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് പൂർണ്ണ ശക്തിയോടെ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ. തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 5 അധ്യായം 23 തിരുവചനം, നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവിഗതവും പൂർണ്ണമായിരിക്കാൻ ഇടവരട്ടെ എന്ന വചനം ആധാരമാക്കി നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ സഭയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, സഭ തീർന്നാലും ശൂന്യമായാലും, അത് ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും
എത്ര ശൂന്യമായാലും, സമ്പത്ത് നഷ്ടപ്പെട്ടാലും, വയലും ധനവും മാടും പ്രാവും കാളയും നാണയും എല്ലാം നഷ്ടപ്പെട്ടാലും, എനിക്കെൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് യേശു ക്രിസ്തുവാണ്. ഒരിക്കലും മരിക്കാത്ത ശരീരമാണ് യേശു ക്രിസ്തുവിൻ്റേത്. മരിച്ചാൽ ഉയർക്കുന്ന ശരീരമാണ് യേശു ക്രിസ്തുവിൻ്റേത്. ആ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നും ആ യേശു ക്രിസ്തു എന്നെ നിത്യത്തിലേക്ക് ചേർക്കുവാൻ വരുമ്പോൾ ഞാനും നിത്യത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ കഴിവും ധൈര്യവും തൻ്റെയും ഉള്ള വ്യക്തികൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ എൻ്റെ ആത്മീയ ശക്തി എന്നിൽ നിറയ്ക്കാൻ സാധിച്ചാൽ, വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറഞ്ഞാൽ, ആത്മജ്ഞാനം നേടിയെടുത്താൽ, അതീന്ദ്രിയ ജ്ഞാനബുദ്ധി എന്നിൽ നിറഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും, നിയന്ത്രിക്കും. കർത്താവ് നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതുള്ളത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസം. സമ്പത്തുണ്ട്, അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ വിശ്വാസം, എനിക്ക് വിശ്വാസമുണ്ട്, അതങ്ങനെ ഒരു പ്രത്യേക രീതി നിൽക്കുകയാണ്. പിന്നെ പ്രാർത്ഥനയുണ്ട്, പള്ളിയൊക്കെ പോകുന്നുണ്ട്, നോവേനൊക്കെ കൂടുന്നുണ്ട്, ആലപ്പുഴയും പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കുഴപ്പം നോക്കുമ്പോൾ അതും കുഴപ്പമില്ല. പിന്നെ ഏതാ ഉള്ളത്? നാണയം, ഇഷ്ടംപോലെ നാണയമുണ്ട്, അതും കുഴപ്പമില്ല. നാണയം നഷ്ടപ്പെട്ടെ, നാളെ നിൻ്റെ നാണയം നഷ്ടപ്പെടും, നാളെ നിൻ്റെ സഭ ഇല്ലാതെയാകും, നാളെ നിൻ്റെ സമ്പത്ത് വയൽ മേഖലകൾ ഓരോന്നോരോന്നായി കർത്താവ് പിഴുതു മാറ്റും, എടുത്ത് ദൂരെ കത്തിച്ച് ദൂരെ കളയും. വിഗ്രഹങ്ങളെ കർത്താവ് കത്തിക്കും, അഗ്നിക്കിരയാക്കുമെന്ന് കർത്താവ് എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്നാണ്? അടുത്ത 2027, 28, 1-ാം മുദ്ര 2027 പൊട്ടും, 2-ാം മുദ്ര 2028 പൊട്ടും, 3-ാം മുദ്ര 2030 പൊട്ടും, 4-ാം മുദ്ര 30 പൊട്ടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോ മുദ്രയും ഓരോ ഇനിയുള്ള വർഷങ്ങളിൽ പൊട്ടി പൊട്ടി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഭൂമുഖത്തുനിന്ന് ഓരോ സംഭവം എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകും. പിന്നെ അവിടെയൊക്കെ അതിശക്തമായി നമ്മൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും നമ്മൾ പടുത്തുയർത്തുകയും കൊണ്ടു നടക്കുകയും നമ്മുടെ അധരത്തിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരേ ഒരു വചനം, ഒരേ ഒരു ശക്തി യേശു ക്രിസ്തു മാത്രമാണ്. എൻ്റെ യേശു എന്നെ സംരക്ഷിക്കും, എൻ്റെ യേശു ക്രിസ്തു എന്നെ സംരക്ഷിക്കും, രക്ഷിക്കും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാം തീയതി പറഞ്ഞ ആ കാള, ആട്, പ്രാവ്, നാണയം എന്നിവ കർത്താവ് ദേവാലയത്തിൽ പുറത്താക്കി വിഗ്രഹമാണെങ്കിൽ നമ്മളത് അകത്താക്കി വെച്ചതിനെ സ്നേഹിക്കുകയും ആരാധിക്കും. അതുകൊണ്ടാണ് 1 യോഹന്നാൻ റോമാക്കാരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനം അവിടെ ഇങ്ങനെ പറയാണ്, എന്താ പറയുന്നത്? അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ഇഴയന്തികളുടെയോ പക്ഷികളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അപ്പോൾ കർത്താവ് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആത്മാവും നമ്മുടെ ആഢ്യത്വവും നമ്മുടെ വിശുദ്ധിയും നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഇപ്പം നമ്മളിലൊരു വ്യക്തിത്വമില്ല, ഒരു അഭിമാനമില്ല, നമ്മളിലൊരു ആനന്ദമില്ല, നമ്മൾ യേശുവിൻ്റെ മകനാണെന്നുള്ള അഭിമാനം നമുക്ക് തോന്നാൻ മാത്രം ശക്തിയില്ല. യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും ധൈര്യവും നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. എല്ലാം മറ്റുള്ളവരുടേത് മാത്രം. മറ്റുള്ളവരുടെ ജോലി, മറ്റുള്ളവരുടെ പണം, മറ്റുള്ളവരുടെ സാഹചര്യം, മറ്റുള്ളവരുടെ ഭാഷ, എല്ലാം മറ്റുള്ളവരുടേത്. പിന്നെ എന്തിനാണ് യേശു ക്രിസ്തു? പിന്നെ എന്തിനാണ് വിശുദ്ധവാരം? എന്തിനാണ് ഈ കുമ്പസാര കുർബാനോട് എന്ത് നേട്ടം? എത്രയോ 2000 വർഷമായി ഇതിൻ്റെ പുറകെ മനുഷ്യൻ നടന്നിട്ട് അവസാനം വന്നപ്പോൾ കിട്ടുന്ന ഇത് വിഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ മാത്രമായിട്ട് സ്വന്തമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ രക്ഷപ്പെടാം. അന്ത്യദിനങ്ങളാണ്, അന്ത്യദിവസങ്ങളാണ്, അന്ത്യകാലഘട്ടമാണിത്. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആ വചനോട് ഓർത്തിരിക്കണം. 2013 യുഗാന്ത്യമാണെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. ഹല്ലേലൂയ സഹോദരനെ. അതുകൊണ്ട് ഈ 4 സംഭവത്തെ അടുത്ത കാലഘട്ടം, ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ ഈ 4 വിഗ്രഹങ്ങളും ഭൂമുഖത്തുനിന്ന് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകും. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്? നമ്മൾ എവിടെ ജീവിക്കും? എന്ത് ജീവിക്കും? എന്ത് നാണയം എടുത്ത് ഉപയോഗിക്കും? എന്ത് പണവും ധനവും, എന്ത് ആട്ടിത്വം, എന്ത് ഭാഷയും, നമ്മൾ പഠിച്ച ജർമ്മൻ ഭാഷയും പഠിച്ച ഇംഗ്ലീഷ് ഭാഷയും കാനഡ ഭാഷയും നമ്മുടെ നാണയത്തിൻ്റെ ബാങ്കിങ് സംവിധാനങ്ങളും എല്ലാം ഒന്നൊന്നായിട്ട് ഓരോ മുദ്ര പൊട്ടുമ്പോൾ കർത്താവ് ലോകത്തെടുത്ത് കളയുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ നിത്യശൂന്യത്തിലേക്ക് പോകുമോ? അതെല്ലാം നഷ്ടപ്പെട്ടവരോർത്ത് കർത്താവിന് മഹത്വം പറയുമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ 500 വർഷം പുറകോട്ട് പോയി. 1500 എന്ന ആ സംഖ്യയിലുണ്ടായിരുന്ന ജനങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് കേട്ട് പഠിച്ച് അതിനെപ്പറ്റി റിസർച്ച് നടത്തി പഠിച്ചിട്ട് 500 വർഷം പുറകോട്ട് 1500-ൽ പോയി ജീവിക്കുന്നത് പോലെ നാം ഇപ്പോൾ ജീവിച്ചാൽ ഒരു രക്ഷ നമുക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് നിത്യരക്ഷയാണ്, അത് മഹത്വമുള്ള രക്ഷയാണ്, അതാണ് യഥാർത്ഥ രക്ഷ, അതാണ് സത്യമായ രക്ഷ. ഇത് മുഴുവനും എന്താണ്? ഈ 4 പ്രതീകങ്ങൾ മുഴുവനും വിഗ്രഹമാണെന്നും അതുവഴി സഭയ്ക്കകത്തുള്ളത് കർത്താവ് കത്തിക്കുമെന്നും
അത് കർത്താവ് അന്ന് ചാട്ട കൊണ്ട് അടിച്ച് പുറത്താക്കിയെങ്കിൽ ഇനി അടിച്ച് പുറത്താക്കുന്ന ചാട്ട എന്താണ്? ആണവ ബോംബുകളാണ്. കത്തിക്കുക എന്നുള്ളത് മാത്രമേ ഇനി കർത്താവിൻ്റെ പദ്ധതിയിലുള്ളൂ. അതങ്ങനെ തന്നെ ചെയ്യും. ഈ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരുങ്ങാൻ സാധിക്കുന്ന ഒരുങ്ങിക്കോ. ഇപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജോലിയും മറ്റ് സംഘങ്ങളെല്ലാം രാജിവെച്ച് സ്വന്തം ഭവനത്തിൽ വന്ന്, സ്വന്തം ദേശത്ത് വന്ന് കൃഷിയും അല്പമാത്രം ആഹാരവും ബാക്കി മുഴുവൻ പ്രാർത്ഥനയും വിശുദ്ധിയും വിശ്വാസവുമായിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുത്താൽ ഒരുപക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിങ്ങളുടെ ആത്മാവ് നിത്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. മറിച്ച് ഇന്നും ഈ വിഗ്രഹത്തിൻ്റെ പുറകെ ഇങ്ങനെ കടവാല് കിടക്കുന്നവർ കിടക്കുകയാണെങ്കിൽ ആ മരം വെട്ടുമ്പോൾ ആ കടവാവിൽ മുഴുവൻ താഴ്ത്തു വീണ് ആ മരത്തിൻ്റെ അടിയിലാവുന്നത് പോലെ എല്ലാ കടവാവിലും ചത്തുപോകുന്ന പോലെ നാം ചത്തുപോകുന്ന അവസ്ഥ വരും. പ്രിയപ്പെട്ടൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ, കേൾക്കുവാൻ ചെവിയോളം കേൾക്കട്ടെ എന്ന് ഈശോ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഇത് ഗ്രഹിക്കട്ടെ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരു സമയത്ത് കത്തോലിക്ക സഭ എന്ന ഫറവോ നമുക്ക് തന്ന അടിമത്വം എന്തോരം, ഇത് വിശദമായിട്ട് ക്ലാസ് എടുത്ത് 2 മണിക്കൂർ പറഞ്ഞാൽ തീരില്ല പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം അടിമത്വമുണ്ട്. ഇന്നും വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് 1 കുഞ്ഞും 2 കുഞ്ഞും മാത്രമായിട്ട് നിൽക്കുമ്പോൾ ബാക്കിയുള്ള സമയത്ത് കുഞ്ഞുങ്ങൾ ഗർഭധാരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും തൻ്റെ ഗർഭപാത്രത്തെ മുറിച്ചു കെട്ടി 2 കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുമ്പോൾ അവിടെ കൊടിയ ഫറവോയുടെ അടിമത്വമാണ്. ഭീമാകാരമായ പൈശശക്തിയുടെ അടിമത്വത്തിന് കീഴിൽ ഇന്നും സഭയും ജനങ്ങളും ജീവിക്കുമ്പോൾ ഇന്നും ബോധമോ ഇല്ലാതെ നാം അനുഭവിക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ എതിർ ശക്തിയുടെ അല്ലെങ്കിൽ പൈശശക്തിയുടെ ഭീകരമായ സംഭവങ്ങൾ നമ്മൾ വരുമ്പോൾ മാത്രമേ ഇത് നമുക്ക് അല്പമെങ്കിലും ബോധം വെക്കുള്ളൂ. എവിടെയാണ് വിവാഹ തകർച്ച അതുപോലെ, ദാമ്പത്യ തകർച്ചകൾ അതുപോലെ, വിശ്വാസ തകർച്ചകൾ അതുപോലെ. എത്ര തകർച്ചയുടെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നാം എല്ലാം വിഗ്രഹത്തിൻ്റെ പുറകെ പോയി യേശുവിനെ നഷ്ടപ്പെടുത്തി, യേശുവിനെ വലിച്ചെറിഞ്ഞു. യേശുവിനെ നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എഴുത്ത് പേന പോലെ മാത്രമേ യേശുവിന് വിലയുള്ളൂ. കാര്യം നടക്കുക കാനഡയിലെത്തണം, അമേരിക്കയിലെത്തണം, IELTS പഠിക്കണം, ജർമ്മൻ ഭാഷ പാസ്സാണ്, അതിനുവേണ്ടി കർത്താവ് എല്ലാം പഠിച്ച പാസ്സായി ജോലി കിട്ടിയാൽ പരിപാടി തീർന്നു. പിന്നെ അവരുടെ ഭാഷ, അവരുടെ ജീവിതം, അവരുടെ വസ്ത്രധാരണം, അവരുടെ ഭാഷകൾ, അവരുടെ വസ്തുക്കൾ ആ രീതിയിൽ അങ്ങ് മാറി, എല്ലാം ശൂന്യത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെടാൻ ഉള്ള കാലഘട്ടത്തിൽ സമയത്തിൽ എത്തി നിന്നുകൊണ്ടാണ് നാം ഈ വചനം ശ്രമിക്കുന്നത്. ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അതിനായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത് ഉടനെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ എപ്രകാരം ക്രമീകരിച്ചെടുത്ത് രക്ഷപ്പെടുത്തി ഈശോയുടെ വരവിൻ്റെ വലിയ സംഭവങ്ങൾ ലോകത്തെടുക്കുമ്പോൾ എനിക്കൊരു നിത്യരക്ഷ വേണം, എൻ്റെ ഭവനം രക്ഷിക്കപ്പെടണം, എൻ്റെ കുടുംബങ്ങൾ രക്ഷപ്പെടണം എന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഒരുക്കത്തെ ഇപ്പോൾ തന്നെ ക്രമീകരിച്ചിടണം. അതിനായി നമ്മെ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. യേശുവിൻ്റെ നാമം മഹത്വമുള്ളതായി മാറട്ടെ. ആമേൻ.